ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്ര വർഷം പഴക്കമുള്ള സെറ്റ് സാരി ആയാലും മുണ്ടായാലും ഒരു ചെലവുമില്ലാതെ പുത്തനാക്കി എങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. ഓണമൊക്കെ വരാൻ പോവുകയാണ്. പുതിയ സെറ്റ് സാരി വാങ്ങാണ്ട് തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന സെറ്റ് സാരി പുതിയതാക്കി എടുക്കാനുള്ള 2 കിടിലൻ ടിപ്പുകളാണ് കേട്ടോ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കൂടെ തന്നെ സെറ്റ് സാരി എങ്ങനെ കഴുകി സൂക്ഷിക്കാമെന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ മറക്കരുതേ. ആദ്യം തന്നെ നമുക്ക് ഹാൻഡ്ലൂം സാരികൾ എങ്ങനെ പുതുമ നഷ്ടപ്പെടാതെ ആ കസവിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ എങ്ങനെ കഴുകിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് അരമുറി നാരങ്ങയാണ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങ നീര് ചേർത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സാരിയിലുള്ള അഴുക്കും കറയൊക്കെ പോയി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഷാമ്പു ആണ്. ഒരു പൗച്ച് ഷാമ്പു ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരിക്കലും ഇത്തരത്തിലുള്ള സാരികൾ ഹെവി ആയിട്ടുള്ള ഡിറ്റർജൻറ്റുകൾ യൂസ് ചെയ്തിട്ട് കഴുകരുത് കേട്ടോ. അതുപോലെ തന്നെ ഷാമ്പു ആയാലും ഒരുപാട് എടുക്കരുത്. 1 ടേബിൾ സ്പൂണിൽ താഴെ മതി. അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു പൗച്ചിലെ ഷാമ്പു എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിൽ പത വന്നതിന് ശേഷം നമുക്ക് കഴുകാനുള്ള കേരള സാരി ആയാലും മുണ്ടായാലും ഇതിലൊരു 5 മിനിറ്റ് നേരം മുക്കി വെക്കാം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച 2-3 സാരികളുണ്ടല്ലോ, അത് ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോഴും അത് പുതുമയോടിരിക്കാനുള്ളൊരു കാരണം ഈ ഒരു രീതിയിൽ ഞാൻ കഴുകി സൂക്ഷിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. 10 മിനിറ്റോളം ഈ ഒരു ഇളം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അഴുക്കുള്ള ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് തിരുമിയെടുക്കുന്നത്. ബ്രഷ് പോലും ഉപയോഗിക്കുന്നില്ല. സാരിയുടെയൊക്കെ അടിവശത്ത് നല്ലതുപോലെ ചെളി ഉണ്ടാകും. ആ വശങ്ങളൊക്കെ നമുക്കൊന്ന് കൈ ഉപയോഗിച്ചിട്ടൊന്ന് ഞെരടിയെടുത്താൽ മതി. ബ്രഷൊക്കെ വെച്ചിട്ട് ഉരച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു കസവിൻ്റെ ഭംഗി പെട്ടെന്ന് പോവും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്നൊന്നും നമ്മുടെ കസവ് സാരിയിൽ കരിമം പിടിക്കത്തില്ല. ഇനി കരിമം കുത്തിയ സാരിയാണെങ്കിൽ വൈറ്റ് പെട്രോൾ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ തുണികൾ കഴുകിയെടുക്കുന്നത് പോലെ 2-3 വെള്ളത്തിൽ ഈ ഒരു ഷാമ്പൂവിൻ്റെ പതയൊക്കെ ഒന്ന് പോകാനായിട്ട് കഴുകിയെടുക്കാം. കഴുകി എടുത്തുകൊണ്ട് വന്ന സെറ്റ് മുണ്ടാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് പണ്ട് കാലം മുതൽ മുത്തശ്ശിമാർ സെറ്റ് മുണ്ടൊക്കെ കഴുകിയതിന് ശേഷം അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ചെയ്യുന്നൊരു സൂത്രമാണ് കേട്ടോ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇതുപോലെ ഒരു ഓടിൻ്റെ പീസ് നമ്മുടെയൊക്കെ വീടുകളിൽ കാണും. ഇത് നല്ലതുപോലെ പൊടിച്ച് അതിൻ്റെ ഒട്ടും തരികളില്ലാത്ത പൊടിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇവിടെ ഞാനൊരു ഇടികല്ലിൻ്റെ കുഴവിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. കേരള ഹാൻഡ്ലൂം പ്രോഡക്റ്റുകൾ അതിനിപ്പോൾ സാരി ആയാലും മുണ്ടായാലും കഴുകിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു രീതിയും കൂടെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു പുതുമയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കോടി മുണ്ടിൻ്റെ നിറമുണ്ടല്ലോ, അത് പോകത്തില്ല. പൊടിച്ചെടുത്ത ഓട്ടിൻ്റെ പൊടിയുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് 1-2 ടേബിൾ സ്പൂണ് ഒരു ചെറിയ ബൗളിലേക്ക് ആക്കിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് തരികളില്ലാണ്ട് വേണം കേട്ടോ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കഞ്ഞവെള്ളത്തിന് പകരമായിട്ട് ക്രിസ്പ് ആൻഡ് ഷൈനോ കംഫർട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഓടിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി കൊണ്ടുവന്ന കേരള സാരി ഇതിൽ ഒരു 5 മിനിറ്റ് നേരം മുക്കി വെക്കാം. ഈ ഒരു വെള്ളത്തിൽ നമ്മൾ സാരി മുക്കി വെച്ചിട്ട് എടുക്കുമ്പം വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറിലാവും കേട്ടോ വെള്ളം. അതുപോലെ തന്നെ നമ്മുടെ സാരി ആ ഒരു കോടി കളറിൽ കിട്ടുകയും ചെയ്യും. പലരും വിചാരിക്കും നമ്മൾ ഈ ഒരു ചുമന്ന വെള്ളത്തിൽ മുക്കി വെക്കുമ്പം വെള്ള തുണിയാണല്ലോ, അപ്പോൾ ചുമപ്പ് കളറാവുമോ നമ്മുടെ സാരിക്ക് എന്നുള്ളത്. ഒരിക്കലും ഇല്ല കേട്ടോ. കറക്റ്റ് നമ്മുടെ കേരള സാരിയുടെ ആ ഒരു ഓഫ് വൈറ്റ് കളറിൽ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ആ കസവൊക്കെ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്ന പോലെ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റായി കിട്ടും. ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു വെള്ളത്തിൽ നിന്ന് സാരി എടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് സാധാരണ വെള്ളം പോലെ കിട്ടുമെന്നുള്ളത്. ഈ ഒരു സാരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ആ ഒരു കോടി മുണ്ടിൻ്റെ കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാരൊക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ അവരുടെ നേരിയതൊക്കെ കഴുകി സൂക്ഷിച്ചിരുന്നത്. ഇനിയിപ്പം എല്ലാവർക്കും ഓടിൻ്റെ കഷ്ണം കിട്ടണമെന്നില്ല. പ്രത്യേകിച്ചും പുറത്തുള്ളവർക്ക്, അവർക്ക് വേണ്ടിയാണ് കേട്ടോ രണ്ടാമത്തെ രീതി കാണിക്കുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു 3/4 ഗ്ലാസോളം കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ചേർക്കാതെ തയ്യാറാക്കിയെടുത്ത കട്ടൻ ചായയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു വെള്ളത്തിൽ സാരി മുക്കി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞെടുത്താലും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നല്ല ഭംഗിയിൽ കിട്ടും.
ഈ ഒരു വെള്ളത്തിലേക്ക് ക്രിസ്പ് ആൻഡ് ഷൈൻ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ. സാധാരണ ഞാൻ കഞ്ഞിവെള്ളത്തിലാണ് കട്ടൻ ചായ ഒഴിച്ചു കൊടുത്തിട്ട് കഴുകിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സാരിക്ക് കുറച്ച് ക്രിസ്പ്നെസ് കിട്ടാനായിട്ട് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ക്രിസ്പ് ആൻഡ് ഷൈനും കൂടെ ഈ ഒരു വെള്ളത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നേരം സാരി ഇതിൽ മുക്കി വെക്കാം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കട്ടൻ ചായയോടൊപ്പം തന്നെ ക്രിസ്പ് ആൻഡ് ഷൈനും കൂടെ ഒഴിച്ചു കൊടുത്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ മുക്കിയെടുത്താലും മതി. എടുക്കുന്ന കഞ്ഞിവെള്ളത്തിന് ഒരുപാട് കട്ടി ഉണ്ടാവരുത് കേട്ടോ. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം കഞ്ഞിവെള്ളം എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ 2 രീതിയിലും ചെയ്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒട്ടും തന്നെ വ്യത്യാസമില്ല. ഓട് കിട്ടാത്തവർക്ക് കട്ടൻ ചായ ഉപയോഗിക്കുന്ന രീതിയിൽ കഴുകിയെടുത്താലും മതി. ഇനി നമുക്ക് സാരി ഈ ഒരു വെള്ളത്തിൽ നിന്നെടുത്ത് തണലത്തിട്ട് ഉണക്കിയെടുക്കാം. ഒരിക്കലും ഡയറക്റ്റായിട്ട് സൺലൈറ്റിലിട്ട് ഉണക്കിയെടുക്കരുത്. അതുപോലെ തന്നെ അയൺ ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസ് പേപ്പർ സാരിയുടെ മുകളിൽ ഇട്ടതിന് ശേഷം മാത്രമേ അയൺ ചെയ്തെടുക്കാവൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വീണ്ടും ഇത്തരത്തിലുള്ള നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.